ISSന്റെ സിറിയയിലെ കേന്ദ്രത്തിൽ ഒരു പെൺകുട്ടിയെ ലൈംഗിക അടിമയായി വിറ്റു. ഈ വിറ്റയാൾ നോർത്ത് പറവൂർ സ്വദേശിയാണ്. അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ദേശത്ത് നിന്നുള്ള ആളാണ്. എന്താണ് സർ? അതായത് ആ പെൺകുട്ടി ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാളുടെ പേരും കൊടുത്തിട്ടുണ്ട് ആ വാർത്തയിൽ. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഈ PFIക്കാരൻ, അദ്ദേഹം PFIക്കാരനാണ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇതാണ്. അദ്ദേഹം അവിടെ പോവുകയും ഇവളെ പ്രണയം നടിച്ച് ഇവളെ വിവാഹം കഴിച്ചതിന് ശേഷം ലൈംഗിക അടിമകളെ സൂക്ഷിക്കുന്ന ഈ തീവ്രവാദികളുടെ പ്രസ്ഥാനമുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന, അതിനെ ഇവരെ വിൽക്കുകയും അവരുടെ ജീവിതം അതിദുരന്തമാകുകയും ഒക്കെ ചെയ്തതിൻ്റെ കഥയാണ് അതിനകത്ത് വരുന്നത്. ഇതാണ് അതിനകത്ത് പറയുന്ന കാര്യം. അപ്പോൾ അത് പറവൂരാണ് സംഭവിക്കുന്നത്. പറവൂരിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പറവൂരുള്ള PFI തീവ്രവാദികൾക്കും ജമാഅത്തെ ഇസ്ലാമികൾക്കും സംരക്ഷണം കൊടുത്തുകൊണ്ട് അവരെ പരിരക്ഷിക്കുന്ന ഒരാൾ പറവൂരുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് VD സതീശൻ എന്നാണ്. അദ്ദേഹം അവിടുത്തെ MLAയുമാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയല്ല, അവർ തീവ്രവാദം ഉപേക്ഷിച്ചു. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദം ഉപേക്ഷിച്ചോ ഇല്ലയോ എന്ന് പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് പറയേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ആശയത്തിൽ നിന്ന് ഒരു അണു പോലും പിന്മാറിയിട്ടില്ല. ഞങ്ങൾ മതരാഷ്ട്രം നിലവിൽ വരുന്നതിന് വേണ്ടിയും ആ മതരാഷ്ട്രത്തിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾക്കതാണ് ശരിയെന്ന് തോന്നുന്നു, ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിങ്ങൾ തീവ്രവാദം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ജിഹാദാണ്. ജിഹാദ് തീവ്രവാദമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. ദൈവം അംഗീകാരം നൽകിയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയാണ് എന്ത്? ജിഹാദ്. അപ്പോൾ ദൈവം അംഗീകാരം നൽകിയിട്ടുള്ള ഒരു മനുഷ്യ പ്രയത്നത്തെ തീവ്രവാദമായിട്ട് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുന്നില്ല. ഈ നിലപാടിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി അണുവിട മാറിയിട്ടില്ല എന്ന് അതിൻ്റെ അമീർ പറയുന്നു. അവരുടെ താത്വിക ആചാര്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നത്ത് പറയുന്നു. അപ്പോൾ സതീശൻ പറയുന്നത് അതൊന്നുമല്ല, എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് സീക്രട്ടായിട്ട് പറയേണ്ട കാര്യം, സീക്രട്ടായിട്ട് ഇങ്ങനെ അവർ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. സതീശൻ അവിടെ എന്തിനു എന്ന്? സതീശൻ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പറവൂര് ഒരു തീവ്രവാദ സംഘം ഈ പറവൂർ അസംബ്ലി സെഗ്മെൻറ്റിലുണ്ട്. വിശേഷിച്ചും അവിടെ ആ വെടിമറ കേന്ദ്രീകൃതമായിട്ടാണ് ഇവർ മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്താണ് എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. ആ വെടിമറ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു തീവ്രവാദി സംഘം പറവൂരും അസംബ്ലി സെഗ്മെൻറ്റിനകത്തുണ്ട്. അവരുടെ വോട്ട് ഉറപ്പിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ആ വോട്ട് കൂടി കിട്ടിയാലേ സതീശൻ അവിടെ ജയിക്കാൻ പറ്റും. സതീശന് ജയിക്കുക എന്ന ദൗത്യം മാത്രമുള്ളത് കൊണ്ടും അതാണ് തൻ്റെ പരമലക്ഷ്യം എന്നുള്ളത് കൊണ്ടും അദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ തീവ്രവാദികളെ മുഴുവനും അരിയിട്ട് വാഴിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണമൊരുക്കി നമ്മുടെ സമൂഹത്തിൽ അവരെ നിലനിർത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിലാളനം ഏറ്റു വളർന്ന ഒരാളാണ് ഈ മുഹമ്മദ് റിയാസ് എന്നാണ് അന്വേഷണത്തിൽ അറിയുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. കേരള സ്റ്റോറി വന്ന സമയത്ത് ഇവരെല്ലാവരും ഉടനെ മതേതരത്വം ഉയർന്നു പൊങ്ങിയല്ല. മതേതരത്വം ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പറഞ്ഞ് കേരളത്തിൻ്റെ സ്റ്റോറി അല്ല എന്നാണ്. ഇത് കേരള സ്റ്റോറിയാണോ എന്ന് പറയട്ടെ. ഇത് കേരള സ്റ്റോറിയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം എടുത്തു പറയണം, ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ചാനലിൽ കൃത്യമായി വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് നമ്മൾ. അപ്പോൾ ഇത് ഇങ്ങനെ കൃത്യമായി വന്നിരിക്കെ ഈ സ്ത്രീകളെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ പോലും സതീശൻ ന്യായീകരിക്കുകയാണ്. സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നതിനെ ന്യായീകരിക്കുക എന്നത് സതീശൻ്റെ ഒരു ശീലമല്ലേ എന്നിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സതീശൻ്റെ ചമച്ചയായിട്ട് നിന്നിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സീരിയൽ റേപ്പിസ്റ്റാണ്. ഒരാളെ അല്ല, അനേകം പേര്, എത്രയോ പേര് കോടതികളിൽ പോയിട്ട് രഹസ്യമൊഴി കൊടുത്തുകൊണ്ട് അവർ കാര്യങ്ങൾ പറയാണ്. ഇത്രയും പേര് രഹസ്യമൊഴി കൊടുത്തുകൊണ്ട് കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ല,
ഒരു എം പിയുടെ മകളെ ദുരുപയോഗം ചെയ്തതിൻ്റെ കാര്യം ആ എം പി സതീശനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പോലും ഇവരാരും ഒരു നടപടിയും സ്വീകരിച്ചില്ല. സ്ത്രീകൾ 112 അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇവരെ നിയമം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. 2013 ഏപ്രിൽ 1 നിലവിൽ വന്ന ഇത് ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഈ കുറ്റകൃത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ പീഡന സംബന്ധമായ ഒരു കുറ്റകൃത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനും ആ ബാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിയമമാണ്. അങ്ങനെ അതാണ് നിയമം എന്ന് ഇരിക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നിരന്തരമായി സ്ത്രീകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവരെ ഭ്രൂണഹത്യക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് സതീശൻ എന്ത് ചെയ്തു? രാഹുലിനെ പുറത്താക്കുന്നതിന് പിന്നിൽ സതീശനായിരുന്നു എന്നാണ് ഒരു വാദം പറയുന്നത്. അപ്പോൾ രാഹുൽ പിന്നീട് പുറത്താക്കുകയും ചെയ്തല്ലോ. പക്ഷേ മറ്റൊരു കാര്യം കൂടി സാർ എനിക്ക് തോന്നിയതാണ്, രാഹുലിനൊപ്പം നിൽക്കുന്നയാളെ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന് പിന്തുണ നൽകുന്നത് ജമാഅത്തെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സതീശൻ എങ്ങനെയാണ് ഇതിൽ ഇടപെടുക? സതീശൻ അതിനകത്ത് ഇടപെടാൻ സാധ്യമല്ല. കാരണം ഷാഫി പറമ്പലിന് കേരളത്തിൽ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദികളാണ്. ആ ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് അവരുടെ ഫണ്ട് കിട്ടി പ്രവർത്തിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരിലെയും യൂത്ത് കോൺഗ്രസ്സുകാരിലെയും പല നേതാക്കളും. വിദേശത്ത് പോയത് 81 തവണയാണ്, അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടു. അതുപോലെ പണപ്പിരിവ് ചൂരൽമലയും അല്ല, അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് പിരിച്ചല്ലോ. അതെ, അതിലെനിക്ക് ഒരു പരാതി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ പോലെ വിദ്യാസമ്പന്നനായ ഒരാൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് അദ്ദേഹം MSW മറ്റോ ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ രാജഗിരി ഇതിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് LLB ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് കോളേജിലാണോ എന്ന് അറിയില്ല, അതേ ലക്ഷ്മി വിലാസം കോളേജിലാണോ എന്ന് എനിക്ക് അതും അറിയില്ല. ഏതൊരു കോളേജിൽ നിന്നാണ്. അത് LLB ഒക്കെ ഉണ്ട്. അങ്ങനെ MSW LLB ഒക്കെ ജയിച്ചിട്ടുള്ള ഒരു ആൾ പോയിട്ട് അവിടെ വെച്ച് സംസാരിച്ച സമയത്ത് തെറ്റായ ഇംഗ്ലീഷിലാണ് അദ്ദേഹം കാശ് ചോദിച്ചത് എന്നാണ് എൻ്റെ പരാതി. കാരണം അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം കുറേ കൂടി, കാരണം അവിടെ പോയിട്ട് കുറച്ച് പേരോട് സംസാരിക്കണം, അപ്പോൾ ശരിയായ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് തനിക്ക് കാശ് വേണം. ബെഗ്ഗിങ് ആണല്ലോ പരിപാടി. ഇംഗ്ലണ്ടിൽ പോയിട്ട് തെണ്ടുന്നതാണല്ലോ കാര്യം. അല്ല, ഇത് കാശ് തെണ്ടുന്നതാണല്ലോ പ്രശ്നം. മുജേ ദീജിയേ എന്നാണല്ലോ പറയണത്. എനിക്ക് തന്നാലും വളരെ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടി നിങ്ങൾ 500 പൗണ്ട് വെച്ച് എനിക്ക് തന്നെ എന്നാണ് പറയുന്നത്. 50 പൗണ്ടും 100 പൗണ്ടും 500 പൗണ്ടും 1000 പൗണ്ടും 2000 പൗണ്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നിയമവിരുദ്ധമാണ് ഈ ചെയ്ത പരിപാടി. കാരണം അദ്ദേഹത്തിന് വിദേശത്ത് പോയിട്ട് പണപ്പിരിവ് നടത്താനായിട്ട് ആരും അദ്ദേഹത്തിന് അവകാശം കൊടുത്തിട്ടില്ല. രാജ്യത്തെ നിയമമുണ്ട്, ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് പണപ്പിരിവ് നടത്തിയത്. ആ പണപ്പിരിവിൻ്റെ കണക്കും കൊടുത്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുകയും അതിൻ്റെ കണക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന രീതി സതീശന് ശീലമാണോ എന്നും കൂടി സംശയമുണ്ട്. കാരണം വീട് വെക്കാൻ വേണ്ടിയിട്ട് ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ വീട് വെക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്തുനിന്ന് പണം പിരിച്ച് എന്ത് ചെയ്തെന്ന് ആർക്കും അറിയില്ല. അതിൻ്റെ എല്ലാം വെബ്സൈറ്റുകൾ, പണം അടക്കാനുള്ള വെബ്സൈറ്റുകളെല്ലാം പിന്നീട് ഇല്ലാതെയായി. പിന്നെ അത് ഇല്ലാതെ കാണുമല്ലോ. കാരണം അല്ലെങ്കിൽ ആളുകൾ അത് നോക്കിക്കൊണ്ടിരിക്കില്ല എത്ര കിട്ടി അവിടെ പോയി എന്ന്. കാരണം പൊതുജനങ്ങളുടെ പബ്ലിക് മണി ഈസ് പോയിസൺ. ഇത് പറഞ്ഞത് ഞാനല്ല, പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയുടെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രതിപുരുഷനാണല്ലോ സതീശൻ. ആ സതീശൻ ഈ വിഷം ആവോളം എടുത്ത് വിഴുങ്ങിയെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ഞാൻ ഇത്ര രൂപ പിരിച്ചു, അതിൻ്റെ കണക്കിതാണ്, ഓരോരുത്തരുടെയും പേരും അതിൻ്റെ കണക്കും അടക്കം ഞാൻ പ്രസിദ്ധീ വെബ്സൈറ്റിൽ കൊടുത്താൽ മതിയല്ലോ. ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട്, അതിൽ ഇത്ര രൂപ ചിലവായി, ഇത്ര രൂപ ഇപ്പോഴുണ്ട്, അത് ഇന്ന പർപ്പസിന് വേണ്ടി ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ പറയാത്തത്? അത് പറയണ്ടേ? വിദേശത്ത് പോയിട്ട് പണപ്പിരിവൊക്കെ നടത്താനായിട്ട് പ്രതിപക്ഷ നേതാവിന് കഴിയും? പ്രതിപക്ഷ നേതാവിനല്ല, ഒരാൾക്കും പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ പോകുന്ന സന്ദർശക വിസയിലാണ്. സന്ദർശക വിസയിൽ പോകുന്ന ഒരാൾക്ക് അവിടെ നിന്ന് പണം പിരിക്കാനായിട്ട് യാതൊരു അവകാശമില്ലാതെ നിയമവിരുദ്ധമായ കാര്യമാണ്.
പണം പിരിക്കണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും അനുവാദവും വാങ്ങിയിരിക്കണം. അത് വാങ്ങിയതിന് ശേഷം പോയിട്ട് പണം പിരിക്കാം. അതാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം. അതൊന്നും ഇല്ലാതെ ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ അവിടെ പോയിട്ട് DGA എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അത് സംശയാസ്പദമായ രീതിയിലുള്ള അത് ഇല്ലീഗലാണ്. സംശയാസ്പദമല്ല, ഇല്ലീഗലാണ്. പിന്നെ ഈ ടെറർ ഫണ്ട് ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന ആക്ഷേപമുണ്ട്. സത്യമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ശരിയാണ്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സതീശൻ സുതാര്യത പാലിക്കുന്നില്ല എന്നുള്ളത് ഒരു വെറും വസ്തുതയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ISIS സ്ലേവായിട്ട് വിറ്റ ഈ പെൺകുട്ടിയുടെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് NIA ഉൾപ്പെടെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സ്വന്തം മണ്ഡലത്തിൽ നടന്നിട്ട് അത് പ്രതികരിക്കാൻ പറ്റില്ല. കേരള സ്റ്റോറി ആണെങ്കിൽ ഫേക്ക് ആണെന്ന് പറയുകയും ചെയ്യുന്നു. അല്ല, പ്രതികരിക്കാൻ പറ്റില്ല. ഇതെന്താണ് ഇയാൾക്ക് പറയാനുള്ളത്? ഒരു പെൺകുട്ടിയെ എടുത്തിട്ട് ആ പെൺകുട്ടിയെ ലൈംഗിക അടിമയാക്കി വിൽക്കുന്നു. അങ്ങനെ വിൽക്കുന്നതിൽ ഇസ്ലാമിൽ തെറ്റില്ല. ജിഹാദിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു തെറ്റുമില്ല. ഇസ്ലാം അത് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സതീശന് വേണ്ടി വോട്ട് ചെയ്യാനും സതീശന് വേണ്ടി ഈ കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിക്കാനും സന്നദ്ധനായി വന്നിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റേ അല്ല. സതീശൻ അതിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അറിയണ്ടേ? നാട്ടിൽ പറയണ്ടേ? പ്രതിപക്ഷ നേതാവല്ലേ, അയാളുടെ മണ്ഡലത്തിൽ സംഭവിച്ചേക്കണ കാര്യമല്ലേ. അതുകൊണ്ട് എന്താ പ്രതികരിക്കാത്തത്? അതുകൊണ്ട് അദ്ദേഹം അതിനോട് പ്രതികരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.